പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ. വലിയ ആഴ്ച ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത വലിയ കാര്യങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന ആഴ്ചയാണ്. അതായത് എനിക്കും നിനക്കും വേണ്ടി പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും നൽകിയ പൊന്നുതമ്പുരാനെ കൂടുതലായി ധ്യാനിക്കുന്ന ദിനങ്ങൾ. നീസാൻ മാസം 14-ാം തീയതി ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജെറുസലേം ദേവാലയത്തിൽ ബലിപീഠത്തിൽ കുഞ്ഞാടിനെ ബലി കഴിക്കുന്ന അതേ സമയത്ത് കാൽവരിയിലെ മരക്കുരിശിൽ ഈശോ കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ ഓർമ്മ അനുസ്മരിക്കുന്ന ഇന്നേ ദിനം നാം ദുഃഖവെള്ളിയായി ആചരിക്കുകയാണല്ലോ. ജെറുസലേം ദേവാലയത്തിൽ ബലിപീഠത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടുകൾക്കറിയില്ലായിരുന്നു എന്തിനു വേണ്ടിയാണ് തങ്ങൾ അറുക്കപ്പെടുന്നത് എന്ന്. എന്നാൽ കാൽവരിയിൽ ക്രൂശിതനായ ഈശോയ്ക്കറിയാമായിരുന്നു താൻ എന്തിനു വേണ്ടിയാണ് ബലിയർപ്പിക്കപ്പെടുന്നത് എന്ന്. അതെ, സഫലമായ കുരിശുമരണത്തിൻ്റെ ചൂണ്ടുവിരൽ നാം ഓരോരുത്തരെയും നേരെ നീട്ടിക്കൊണ്ട് ഈ സമയം നമ്മോട് ചോദിക്കുകയാണ്, അവൻ നിനക്ക് വേണ്ടി മരിച്ചു, പക്ഷേ നീ അതറിയുന്നുണ്ടോ? അവൻ എനിക്കും നിനക്കും വേണ്ടി ക്രൂശിക്കപ്പെട്ടു, നീ അത് തിരിച്ചറിയുന്നുണ്ടോ? വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ചോദ്യം നമ്മോട് ചോദിക്കേണ്ട ദിനമാണ് ഇന്ന്. ഒടുവിൽ മനസാക്ഷി നമുക്ക് ഉത്തരം നൽകട്ടെ. അവൻ മുൾക്കിരീടം ചൂടിയതും കൊല ചെയ്യപ്പെട്ടതും നമുക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്ന ദിവസം ജീവിക്കുന്ന അവന് വേണ്ടി നാമും ജീവിച്ചു തുടങ്ങും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, നമ്മുടെ തൊഴിൽ മേഖലകളിൽ, കുടുംബ ജീവിതത്തിൽ എല്ലാം അങ്ങനെ ജീവിക്കും. അങ്ങനെ ജീവിച്ചു പോയ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വിശുദ്ധ അൽഫോൻസാമയും അതുപോലെ തന്നെ ധന്യന്മാർ ഇവാനിയോസ് പിതാവുമൊക്കെ അതുപോലെ ജീവിച്ച് സാക്ഷ്യം നൽകി കടന്നു പോയവരാണ്. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ഈ ദുഃഖവെള്ളി അനുഭവത്തിൽ നമുക്കും ഹൃദയപൂർവ്വം പങ്കുചേരാം. ഇന്നത്തെ ഈ ദിനം ഏറ്റവും പ്രത്യേകമായിട്ട് നാം കാണേണ്ട ഒരു കാര്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. പിതാവിൻ്റെ കരങ്ങളിൽ ദൈവം യേശുനാഥൻ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചു. അതേ പ്രിയമുള്ളവരെ, യേശു മരിച്ചത് കുരിശിൻ്റെ പരിപരത്ത പ്രതലത്തിലല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ വേദനയോടുകൂടിയായിരിക്കുന്ന ഒരു പിതാവുണ്ടായിരുന്നു. ആ പിതാവിൻ്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് യേശു തൻ്റെ ജീവിതം വെടിഞ്ഞത്. പ്രിയമുള്ളവരെ, തിയോളജി പറയും ദുഃഖവെള്ളി പിതാവിൻ്റെ സഹനവെള്ളിയാണ് എന്ന്. യേശുവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ പടയുന്ന പിതാവിൻ്റെ മുഖം നമുക്ക് കാണുവാൻ സാധിക്കണം. മടിയിലിരുന്ന മകനെ പറിച്ചു നൽകിയ ആ പിതാവിൻ്റെ സ്നേഹത്തെ നാം കാണണം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതേ സ്നേഹമുള്ളവരെ, ആ സഹനങ്ങളുടെ പിന്നിൽ പടയുന്ന പിതാവിൻ്റെ വലിയ സ്നേഹം കാണുമ്പോൾ ദൈവത്തിന് നമ്മോടുള്ള വലിയ കരുതൽ നമുക്ക് ഓർത്തെടുക്കുവാൻ സാധിക്കണം. കഴുമരത്തിലുള്ള യേശുവിൻ്റെ ആ വേദനയുടെ അനുഭവത്തിൽ നമ്മുടെ പീഡാസഹനങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം, നമുക്ക് വേണ്ടി പീഡ അനുഭവിച്ച ക്രിസ്തു നമ്മുടെ സഹനങ്ങളിൽ നമ്മോടൊപ്പമുണ്ട് എന്ന്. നിൻ്റെ ദുഃഖവെള്ളി അനുഭവത്തിൽ നീ തനിച്ചല്ല, നിന്നേക്കാൾ നൊമ്പരമേക്കുന്ന ഒരു പിതാവുണ്ട് എന്ന് നീ തിരിച്ചറിഞ്ഞാൽ മതി, നീ തകരില്ല. നിൻ്റെ നൊമ്പരക്കഥ കേട്ട് തണുത്ത ചിരി മറുപടി നൽകുന്ന അങ്ങനെയുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി നാം കടന്നു ചെല്ലുമ്പോൾ അതിനുവേണ്ടി കെഞ്ചി മടുത്തിട്ടില്ലേ? ഇനി നാം ഓരോരുത്തരും ഓർക്കേണ്ടത് യേശു പറഞ്ഞതാണ്, എൻ്റെ കുരിശുമെടുത്ത് നിൻ്റെ പിന്നാലെ അനുഗമിക്കുക. യേശു നമുക്കൊരുപാട് കുരിശുകൾ നൽകിയിട്ടുണ്ട്. അതുമെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെയുള്ള ഒരു യാത്ര നടത്തുമ്പോൾ പ്രിയമുള്ളവരെ, ആ പീഡാസഹനങ്ങളിൽ, ആ പീഡാസഹനത്തോടൊപ്പം നമുക്ക് നടന്നു നീങ്ങുവാൻ സാധിക്കും. പീഡനങ്ങളില്ലാത്ത മേഖലകളുണ്ടോ? എവിടെയൊക്കെ കടന്നു ചെന്നാലും വേദനിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. സൂര്യൻ്റെ പീഡാനുഭവമാണ് അതിൻ്റെ പ്രകാശം. വൃക്ഷങ്ങളുടെയും ചെടികളുടെയും പീഡാനുഭവമാണ് അതിൻ്റെ ഫലങ്ങൾ അല്ലെങ്കിൽ പൂക്കൾ. യേശു പറഞ്ഞു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത്
അതുപോലെ തന്നെ നിൽക്കും. അതിൻ്റെ അഴുകലെന്ന് പറയുന്നത് ഗോതമ്പ് മണിയുടെ പീഡാനുഭവമാണ്. പ്രിയമുള്ളവരെ, വൃക്ഷങ്ങൾ വളരുന്നത് എപ്രകാരമാണ്? കുരിശാകൃതിയിലാണ്. അതുപോലെ തന്നെ കാക്ക ചിറക് വിരിച്ചു പിടിച്ചാൽ അവിടെയും കുരിശുണ്ട്. ആകാശത്തിൻ്റെ മിന്നൽ പിണർ കുരിശാകൃതിയിലാണ്. നമ്മൾ കരങ്ങൾ വിരിച്ചു പിടിച്ചാൽ അവിടെയും കുരിശുണ്ട്. അപ്പോൾ ഈ കുരിശിനെ പുൽകാതെ, കുരിശിനെ സ്നേഹിക്കാതെ, കുരിശിൻ്റെ പിന്നാലെ കടന്നു പോകാതെ നമുക്കൊരു ജീവിതമില്ല എന്ന് തിരിച്ചറിയാം. പ്രിയമുള്ളവരെ, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കൈവരികയുള്ളൂ. മലയാള മനോരമയിൽ വായിച്ചതായ ഒരു സംഭവം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇപ്രകാരമാണ്: ഭർതൃപീഡനം, യുവതി കോടതിയിൽ. നിലമ്പൂരിൽ നടന്ന ഒരു സംഭവമാണ്. അതായത് അമ്മായിമ്മയും ഭർത്താവും ചേർന്ന് ഒരു മകളെ പീഡിപ്പിക്കുന്ന അനുഭവം. ബലമായി വിഷം കഴിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു. ആ സമയത്ത് 10 മാസം പ്രായമുള്ള കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ സ്ത്രീ ഓടി. നാട്ടുകാരെല്ലാം കൂടി രക്ഷപ്പെടുത്തി. അങ്ങനെ ഈ കുട്ടിയും ഈ കുഞ്ഞും സുരക്ഷിതമായി ജീവിക്കുന്നു. ആ പീഡാസഹനത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് സ്ത്രീധനം കുറഞ്ഞുപോയി എന്നുള്ള ഒരു കാരണമാണ്. ഇത് ഒരു സഹനത്തിൻ്റെ അനുഭവമാണ്. ഇത് ഒരു വേദനയുടെ അനുഭവമാണ്. ഇന്നത്തെ ലോകത്തിൽ പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയും ആരെയും കൊല്ലുന്ന കാലയളവാണ്. അവനവന് വേണ്ടി എന്തും നേടിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന സമയമാണ്. ഓർക്കുക, ഈ സഹനത്തിൻ്റെ ദുഃഖവെള്ളി അനുഭവത്തിൽ നിന്നോടൊപ്പം യേശുവുണ്ട് എന്ന്. ഇന്ന് ഇവിടെ ഒരു സ്ത്രീ ചീത്തവിളി കേട്ടപ്പോൾ അന്ന് ദൈവപുത്രൻ അത് കേട്ട് കഴിഞ്ഞു. ഇവിടെ ഒരു യുവതി ചവിട്ടുകൊണ്ട് വീണപ്പോൾ അവിടെ പലതവണ ദൈവപുത്രൻ ചവിട്ടുകൊണ്ട് വീഴുകയും തുപ്പലേൽക്കുകയും ചെയ്തു. ഇവിടെ വിഷമൊഴിച്ചു കൊടുത്തപ്പോൾ അവിടെ 3 ആണികളിൽ തൂക്കി നിർത്തപ്പെട്ട് കയ്പ് നൽകി കുടിക്കേണ്ട അനുഭവമുണ്ടായി. ഇവിടെ വിറകുകൾ കൊണ്ട് അടിച്ചപ്പോൾ അവിടെ ചമ്മട്ടി കൊണ്ടും ചാട്ടവാറടി കൊണ്ടും അടിയേൽക്കേണ്ടി വന്നു. അന്നും ഇന്നും ക്രൂശിക്കപ്പെടുന്നത് ഒരാൾ തന്നെയാണ്. കാരണം യേശു പറഞ്ഞു, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവനോട് നീ ഇത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതെ, എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നതെന്നറിയുന്നവനെ എങ്ങനെ സഹിക്കണമെന്നറിയുകയുള്ളൂ. ദുഃഖവെള്ളിയുടെ അനുഭവത്തിൽ കുരിശ് ചുംബിക്കുമ്പോഴും കുരിശിൻ്റെ പിന്നാലെ നടക്കുമ്പോഴും നാം ഓരോരുത്തരും തിരിച്ചറിയണം, എൻ്റെ സഹനവെള്ളിയുടെ അനുഭവങ്ങളിൽ, എൻ്റെ ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ വിഷക്കുപ്പിയുടെ പിന്നാലെ പോകുമോ അല്ലെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോവുകയോ ഈ ലോകത്തിലെ പ്രലോഭനങ്ങൾ നമ്മെ മാടി വിളിക്കുകയോ ഇല്ല. മറിച്ച് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി സഹിച്ച ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കൽത്തൂൺ അനുഭവം ഉണ്ടാകുമ്പോൾ, കെട്ടിയിടപ്പെട്ട അവസ്ഥകളുണ്ടാകുമ്പോൾ, ചാട്ടാറടിയേറ്റ അനുഭവങ്ങളുണ്ടാകുമ്പോൾ, രക്തമൊലിക്കുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ ആ കരങ്ങൾ കൊണ്ട് നമ്മെ കെട്ടിപ്പിടിക്കുവാൻ സാധിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഒരു മുൾക്കുഴിയുടെ അനുഭവം നമുക്കുണ്ടാകുമ്പോൾ, നിശബ്ദമായ സഹനത്തിൻ്റെ മാധുര്യം അനുഭവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അവിടെ നമുക്ക് വേണ്ടി സഹിക്കുന്ന ക്രിസ്തുവുണ്ട് എന്ന് തിരിച്ചറിയാം. ഈ ലോകം ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അമ്മിഞ്ഞപ്പാൽ അമൃതായി വളർത്തി നൽകിയ അമ്മ അനാഥയായി മാറുകയാണ്. നെഞ്ചിലെ ചൂട് നൽകി വളർത്തിയ അപ്പൻ ചുള്ളിക്കമ്പ് പോലെ വലിച്ചെറിയപ്പെടുകയാണ്. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ ഒരു ഗോകുൽത്തായായി മാറട്ടെ. ആ ഗോകുൽത്തായിൽ നമുക്ക് വേണ്ടി പീഡനങ്ങൾ അനുഭവിച്ച, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും എന്ന് വിശ്വസിക്കാം. ആ ഉദ്ധിതൻ്റെ പിന്നാലെയുള്ള യാത്രയാണ് നമ്മുടെ ജീവിതമെന്ന് തിരിച്ചറിയുമ്പോൾ ഈ ദുഃഖവെള്ളിയുടെ അനുഭവങ്ങളിൽ നാം തളർന്നു പോകില്ല. അങ്ങനെയുള്ള ഒരു പുതിയ തിരിച്ചറിവിൻ്റെ അനുഭവത്തിൽ നമുക്ക് കടന്നു പോകാം. പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളി അനുഭവം നമുക്ക് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇനി മറ്റൊരു ക്രിസ്തുവായി ഞാൻ എങ്ങനെയാണ് മാറേണ്ടത്? എന്നെ കാണുമ്പോൾ ക്രിസ്തുവിനെ ദർശിക്കുവാൻ എൻ്റെ ജീവിതത്തെ ഞാൻ എങ്ങനെയാണ് മാറ്റേണ്ടത്? പ്രിയമുള്ളവരെ, ഈ ദുഃഖവെള്ളി ഒരു തിരിച്ചറിവിൻ്റെ ദിനമാകട്ടെ. ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ